മെയിൻ ഡയലോഗാണ്. പിന്നെ നമ്മളൊരു ഓൾ ടൈം ഹാങ് ഔട്ട് സ്പോട്ടാണ്. ഈവനിങ് ആയി കഴിഞ്ഞാൽ എല്ലാവരും കാണാം. ഓണാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി. ഹായ് ഗായ്സ്, വെൽക്കം ടു ദൃശ്യാസ് യൂട്യൂബ് ചാനൽ. ഹായ് നമസ്തേ. ഹർഷ is missing. ജിങ്കര ജിങ്കാൽ. Come on. മിസ്സിംഗ് ഇല്ല ആള് കാണില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ കൂടെ വരും. നമ്മൾ മറ്റേ ആ റൂമിൽ പോയപ്പോൾ മിസ്സിംഗ് ആയ ആള് വരുന്നുണ്ട്. ലോക്ക് ചെയ്ത് പോയ ആള്. ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഹായ്. ആ കൂട്ടിയിട്ട് കണ്ടു. ഇന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴോ. ബൈ ബൈ. ഒരു ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത റൂമിൽ നിന്ന്. നമ്മുടെ ഹോസ്റ്റലിന്റെ ഉള്ളിലുള്ള മെസ്സേ. ഇതാണ് നമ്മൾ ഷാന പാർവീൻ. ഇതാണ് ഡിസ്പ്ലേ ഏരിയ. ഡിസ്പ്ലേ ഏരിയ. ദിസ് ഈസ് ആർ ഡിസ്പ്ലേ ഏരിയ. ഇവിടെ ഫാക്കൽറ്റീസ് ഒഴികെ ബാക്കി എല്ലാവർക്കും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണിത്. ഫാക്കൽറ്റി പാർക്കിംഗ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റുഡൻസ് പാർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട് വ്യൂ. ബേസിക്കലി ഇതെല്ലാം ഓരോ ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ കാണുന്നതാണ് അക്കാഡമിക്സ്, MFM, പിന്നെ എൻട്രൻസ്, ആക്ടിവിറ്റി ഹാൾ, ഇതെല്ലാം ഉള്ള സ്ഥലമാണ് സെൻറ്ററിൽ. ഇത് വർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ സ്പെക്ട്രം, ക്രാഫ്റ്റ് ബസാറൊക്കെ വരുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേക്ക് കൊടുക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഡിസ്പ്ലേ ഏരിയ വരുന്നത്. AD ബ്ലോക്കിൻ്റെ ആണ് ഡിസ്പ്ലേ ഏരിയ. പിന്നെ ഇത് നമ്മളൊരു ഓൾ ടൈം ഹാങ് ഔട്ട് സ്പോട്ടാണ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കാണാം, ഇവിടെ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ജൂറി ടൈംസ് എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ AD ക്ലാസ്സസ്. ഫസ്റ്റ് ഇയേഴ്സ് അല്ല, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, പിന്നെ 4th ഇയേഴ്സ് ഇവിടെയാണ് പഠിക്കുന്നത് നമ്മുടെ AD ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇങ്ങോട്ട് ഇവിടെ ലാബായി വരും. പിന്നെ ഈ സൈഡിൽ ഇതെല്ലാം വാഷ്റൂമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാബിൻ. ഫാക്കൽറ്റി ഏറ്റവും നല്ല ക്യാബിനല്ലേ ഇവിടുത്തെ. ADയുടെ സ്റ്റാഫ് റൂമാണ് ഏറ്റവും നല്ല. ADയുടെ സ്റ്റാഫ് റൂമിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയ എപ്പോഴും 16 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുക. സോ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് റെഫ്രിജറേറ്ററിന് പുറത്തുള്ള വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പുറത്തെ ടെമ്പറേച്ചർ കൂടുതലും അകത്ത് കുറവായതുകൊണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ഓൺ സം ലോ ടെമ്പറേച്ചർ ഏരിയ. ഇത് നമുക്ക് പുതിയതായിട്ട് ഇവിടെ ലൈബ്രറി എക്സ്റ്റെൻഡ് ചെയ്യണതിൽ ഇതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ലൈബ്രറി. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൈബ്രറി വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മളുടെ ഒരു ഇൻട്രോ ഏരിയ ആണ്. സീനിയേഴ്സ് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മൾ സീനിയേഴ്സ് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കും.
ഇതാണ് നമ്മൾ ഇൻട്രോ ഏരിയ. ഇവിടെ കുട്ടികളിരിക്കും, നമ്മൾ ഓരോരുത്തരെ വിളിച്ച് ഇൻട്രോ എടുക്കും. ഇത് ഇവരെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇൻട്രോ സെക്ഷനാണ്, തെറ്റിദ്ധരിക്കരുത്. ഇത് വേറൊരു ഏരിയ, നമ്മളെല്ലാവരും കൂടുമ്പോൾ ഇരിക്കുന്ന. ഇത് 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 അഭി പറഞ്ഞതുപോലെ ഒരു മെയിൻ ഡയലോഗാണ്. നമ്മൾ എല്ലാവരും ഇൻട്രോയ്ക്ക് വിളിക്കും, ലാസ്റ്റ് എല്ലാവരും എത്താതാകുമ്പോഴൊരു ഡയലോഗാണ്. എല്ലാ വർഷവും പലരുടെ നിന്നും കേൾക്കേണ്ടി വരുന്ന സംഭവം ഇവർ ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സ്പോട്ട്. അവിടെ എത്ര എൻ്റർടൈൻമെൻറ്റ് എല്ലാ കുട്ടികൾ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് ADTD പാസേജ്, ADയുടെ ഓപ്പൺ ലാബ് എന്ന് നമുക്ക് പറയാം. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തുന്നത്. ഇവിടെയാണ് നമ്മുടെ മഹാലയ നടത്തിയത്. മഹാലയയുടെ ബാക്കിയാണ് ഈ തറയിലൊക്കെ കാണുന്നത്. പിന്നെ ആ കാണുന്ന അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ അലുമിനി മീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നാണ് അലുമിനി മീറ്റ്, ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഡേ ആയിരുന്നു അലുമിനി മീറ്റ്. അലുമിനി മീറ്റിൻ്റെ ഓപ്പണിംഗ് ഡാൻസ് ആരെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ നമ്മൾ സ്പെക്ട്രം ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് സ്റ്റേജ് കെട്ടാറ്. അങ്ങനത്തെ വലിയ പരിപാടിക്കൊക്കെ ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറ്. അല്ലെങ്കിൽ ഉള്ളിലുള്ള ആക്ടിവിറ്റി ഹാളിലാണ് പ്രോഗ്രാം നടത്താറ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ ഓണത്തിന് അപ്പുറത്തെ ഏരിയയിലാണ് പ്രോഗ്രാം ഉണ്ടാവാറ്. ഓണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ. ഞങ്ങളായിട്ട് ഉണ്ടാക്കണോ ഞങ്ങൾ തന്നെ പറയുന്നത്. എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അടിപൊളി പ്രോഗ്രാം എന്ന് പറയുന്നത് ഓണാണെന്നാണ് പറയാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, അഭിമാനം. തനി മലയാളി പറയണമെങ്കിൽ അഭിമാനം. അഭിനന്ദ അശോക് നന്നായിട്ട് ഭംഗിയായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശരിക്കും ഇത് ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട്, ഇവിടെ ഒരു കബഡി ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്ത് ഇവിടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോവാം. അവരിവിടെ ഇതേപോലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ അലുമിനിയം മീറ്റിനും പിന്നെ എന്തിനുണ്ടാവാറ്, സ്പെക്ട്രത്തിനാണ് ഇങ്ങനെ ഓരോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവാറ്. ബാക്കിയെല്ലാം കുഞ്ഞു പരിപാടികളൊക്കെ ഉള്ളിലാണ് നമ്മൾ ചെയ്യാറ്, ആക്ടിവിറ്റി ഹാളിൽ. ഇല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരാം. നിൽക്ക് ഇവിടെ. ഇനി നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് കാണിക്കാം. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. മരിച്ചു പോയ പുല്ലിനെല്ലാം വെള്ളം അടിക്കുന്ന ചേട്ടനെ കാണുന്നില്ല നിങ്ങൾ? തോട്ടത്തിലൊക്കെ ആരൊക്കെയോ ഉണ്ട്. പിന്നെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡ്സിന് താമസിക്കാനുള്ളൊരു വീട് കാണാം. അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ്. ഇന്നത്തെ സെറ്റപ്പ് നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അതാണ് നമ്മുടെ FD ബ്ലോക്ക്. പിന്നെ ഇത് മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെ MFM ബ്ലോക്ക് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ആക്ടിവിറ്റി ഹാൾ മാത്രമേ MFMന്റെ കാര്യങ്ങളുള്ളൂ. താഴത്തൊക്കെ TD പിന്നെ അഡ്മിനിസ്ട്രേഷൻ അതൊക്കെയാണ് വരുന്നത്. ഇന്നത്തെ സെറ്റപ്പ് ഇതൊക്കെയാണ്. കുട്ടികൾ എത്ര വരും എന്നറിയില്ല. ഇവിടെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് ഡാൻസർ ആയതുകൊണ്ട് അതിൻ്റെ ഡിസ്കഷനും സ്റ്റേജ് ഒന്ന് നോക്കലൊക്കെയാണ് ദൃശ്യയുടെ പരിപാടി. ഒരു കൊച്ചു റാമ്പ്. About the college, it is a great place to explore. Yes. How was your experience in 4 years? In 4 years, I got to come out of my comfort zone because anything happens, just anything. The vibe you can see. About the college? Yeah, what was your experience? Oh my god. Like, it gave me, क्या बताऊँ मैं? Wings. Wings, yeah, indeed. Wings. And I learned a lot of things here, even the drums. और मैं तो मतलब पढ़ाई के अलावा सब किया मैंने. I did everything. ഇനി ഏത്തക്കാപ്പത്തിൻ്റെ എക്സ്പീരിയൻസ് എടുക്കാം. തേർഡ് ഇയറിൽ ഒരുപാട് പണിയുണ്ട് ഗൈസ്. FDയിൽ പണിയെടുത്ത് മരിക്കും നമ്മൾ ബേസിക്കലി. ഇന്ന് സ്റ്റൈലർ ഫസ്റ്റ് ഇയർ വന്നപ്പം ഞാൻ ഭയങ്കര ഹോപ്സ് ഇതൊക്കെ ആയിട്ട് വന്നേ. കുറേ ഹോപ്പും കുറേ മോട്ടിവേഷൻ ആയിട്ട് വന്നു. എങ്ങനെയെങ്കിലും ജീവിച്ച് പോവുക, നല്ലൊരു കല്യാണം കഴിക്കുക. അപ്പോൾ ഏത്തക്കാപ്പത്തിനെ ഇഷ്ടപ്പെടാൻ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കമന്റ് ബിലോ. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നാൽ നമ്മളൊന്ന് മുട്ടി നോക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ബാഡ്മിന്റൺ വേറൊരു ചെറിയ ഗ്രൗണ്ട് ഹോസ്റ്റലിന്റെ ബാക്കിലുള്ളതാണ്. ഹോസ്റ്റലിൽ ബേസിക്കലി സൈഡിലുള്ളതാണ്. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം.
ഇവിടെ പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. സോ ബേസിക്കലി ഇവിടെ സീതാഫലുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, അങ്ങനെ ഇടയ്ക്ക് വരും ഗൈസ്. പൊമഗ്രനേറ്റ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മളെ റൂം നമ്പർ 3. അബിയുടെ അലക്കാനിട്ട തുണികളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് എത്ര ലെങ്തി വീഡിയോ ആയിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അബിയുടെ അമ്മ ഉണ്ട് അകത്ത്. നമുക്ക് ആൻറ്റി അടുത്തൊരു ഹായ് പറഞ്ഞിട്ട് പോവാം. ആൻറ്റി കിടക്കാണ്. ഇത് ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ് ആണ്. അത്യാവശ്യം കുറച്ച് ഫ്ലാറ്റുകളുണ്ട്, ആവശ്യത്തിനുള്ള സൗകര്യമുള്ളൊരു ഫ്ലാറ്റാണ്. ഈ ഭാഗത്ത് നല്ല അടിപൊളിയാണ്. ഈ ഇതിൻ്റെ ബാക്ക് ഇവിടെ ചെയ്യുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി. ഇതാണ് നമ്മൾ ബേസിക്കലി ദൃശ്യം. നേരെ ഒരു വഴി ഉണ്ടായിരുന്നാലും വളഞ്ഞ വഴി മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ഇതാണ് നിങ്ങളുടെ ദൃശ്യം. ഈ കാണുന്നതൊക്കെ ഓരോ റൂമുകളാണ്. മീരയുടെ ഗോപുവിൻ്റെ ഒക്കെ റൂം കാണിച്ചു തരാം. ആ ദൂരെ കാണുന്നതാണ് മീരയുടെ റൂം. ബേസിക്കലി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മീരയുടെ ഇതേ അവിടെ നമുക്ക് സൂം ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കെല്ലാം കാണുന്നുണ്ടാവണം. അതാണ് ഗോപി ഇതേ മോളിൽ വേവ് ചെയ്യുക. ഇത് ഭയങ്കര ഇവിടുത്തെ ഉള്ളതിൽ നല്ലൊരു സ്പോട്ടാണ്. ഇതിപ്പോൾ വിൻ്ററൊക്കെ ആയത് കാരണം സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണ്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നല്ലൊരു ഗ്രാസൊക്കെ നിറഞ്ഞ് നല്ലൊരു വൈബ് വരുന്നൊരു സ്ഥലമായിരുന്നു. അടുത്തേക്ക് പോയി എടുക്കാനുള്ളൊരു ആവതില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ മാത്രം നമ്മൾ മുമ്പ് ഇങ്ങനെ ഗ്രാസ് കണ്ടിട്ടുണ്ട്, കൈ മുറിയുന്ന പോലത്തെ ഗ്രാസ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഭുവനേശ്വർ നമ്മളെ ക്യാമ്പസിൽ വന്നതിന് ശേഷം കണ്ടൊരു സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. കണ്ടോ പൈനാപ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം. ഇതെന്തിനാണ്, ഇതെന്താണ്, ഇതൊന്നും എനിക്കറിയില്ല. ഇവരെന്തിനാണ് ഇവിടെ നട്ടി വളർത്തിയെന്ന് എനിക്കറിയില്ല. ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര വൻ ഷാർപ്പാണ് ഗൈസ്. ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, മുറിയും. കണ്ടില്ലേ? ഇല്ല, മുറിഞ്ഞില്ല. വേണ്ട, അതല്ല, ഇതേപോലത്തെ നല്ല നല്ല എനർജിയുള്ള ഇലകളിലൊക്കെ തൊടുമ്പോൾ അതിൻ്റെ സൈഡ് ഭയങ്കര ഷാർപ്പാണ്. ഇതിന് ഫുള്ള് മുള്ളാണ്. ഇതിൻ്റെ തോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുഞ്ഞിനെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ആഗ്രഹിച്ച് തപ്പി നടക്കായിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഒരു വലിയ സാധനമായിരുന്നു ഈ പൂവ്. ഇപ്പോൾ കിട്ടി. ഷാനയുടെ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഷാന ഇപ്പോൾ എടുത്തെല്ലാം തന്നെയാണ്. അവിടെ കുറേ വലിയ സാധനങ്ങളുണ്ട് കേട്ടോ. കിട്ടുണ്ടോ? അത് മുള്ളുണ്ട്. ഓക്കെ, മുള്ളുള്ളതുകൊണ്ട് ഭയങ്കര ഇതായിട്ടാണ് പറിക്കുന്നത്. വേണ്ട എനിക്ക് വേണ്ട. ഇത് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ എൻ്റെ ഉമ്മപ്പാക്ക് ഒരു മലയുണ്ടായിരുന്നു, ഒരു പാറ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതേപോലെ പോയി അതിൻ്റെ സൈഡിൽ ഐ എം ഹാപ്പി ഗൈസ്. ഈ വീഡിയോ ബേസിക്കലി ഞാൻ എൻ്റെ കസിൻസിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മെയിൻ സാധനം ഇത് കഴിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ വന്നില്ലേ, അതിൻ്റെ അപ്പുറത്തുള്ള വഴിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേർവഴി കൂടെ വരുവായിരുന്നെങ്കിൽ ഇത് കൂടെ ഇങ്ങനെ എത്തിയേനെ. ഇനി ഇതിങ്ങനെ പോയിട്ട് നമ്മൾ മെസ്സിൻ്റെ ആ സ്ഥലത്തേക്കാണ് എത്തണേ. ഇവിടെ കുറേ റാബിറ്റ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നില്ലേ ഷാന? റാബിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം അവരതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നു മുന്നേ. എനിക്ക് തോന്നുന്നു മുന്നത്തെ മെസ്സുകാരുള്ളപ്പോഴാണ് ഉണ്ടായിരുന്നത്. പിന്നെ പുതിയ മെസ്സുകാർ വന്നപ്പോൾ അവരത് മാറ്റി. മുന്നത്തെ മെസ്സുകാർ പോയപ്പോൾ അവരത് കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഇത് ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗം. അത് കഴിഞ്ഞ് അപ്പുറത്ത് അത് നമ്മുടെ മെസ്സ്. ഇവിടെ ബാക്കിൽ കിച്ചൺ. പിന്നെ അലുമിനിയം മീറ്റിൻ്റെ തിരക്കുകൊണ്ട് കുറേ അവർ ചെയ്യുന്നുണ്ട്, വർക്ക് എക്സ്ട്രാ ഉണ്ട്, തിരക്കുണ്ടായിരുന്നു. അതാണ് ഈ പുറത്തേക്ക് ഇപ്പോഴും കാണുന്നത്. ഇത് നമ്മുടെ ജൂനിയേഴ്സാണ് MFMത്തെ. ഇപ്രാവശ്യം കുറേ പേര് സൗത്ത് നിന്നുണ്ട് MFMൽ. അല്ലെങ്കിൽ ഒരു 2-3-4 ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം എത്ര പേരാ? 6 പേരല്ലേ? 6 പേരുണ്ട്. ഇത് ഞങ്ങളുടെ MFMത്തെ കൂടിയുള്ള ഞങ്ങളുടെ ഒരു മലയാളി ജൂനിയറാണ്. ബാക്കി ഇതൊക്കെ നമ്മുടെ ജൂനിയേഴ്സാട്ടോ. എന്താ പറയാ, നീ ബാക്കി പറ. നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ MFM എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്താ പറയാ, MFM എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. ഇരുന്ന് കഷ്ടപ്പെടണം, ലാബിന് മുമ്പിൽ ഇരുന്ന് കഷ്ടപ്പെടണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചിലപ്പം മഹാമോശം പിള്ളേരൊക്കെ ഉണ്ട്. അതെ, പക്ഷേ അവരെയൊക്കെ ഡീൽ ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചു കൊല്ലാനൊക്കെ തോന്നും. പക്ഷെ സെൽഫ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യണം.
നമ്മൾ ബാക്ക് ടു നമ്മളെ റൂമാണ്. ഞാൻ ഇവിടുത്തെ സൈൻ ഓഫ് ചെയ്യണം ഗൈസ്, ബിക്കോസ് എനിക്ക് വർക്ക് ഉണ്ട്. 11th ജൂറിയാണ്. അതിന് മുമ്പ് എനിക്ക് ബ്രാസിൻ്റെ ജ്വല്ലറി ചെയ്ത് വെക്കണം. കോളേജിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇനി അബിയും കൃഷിയും കൂടി ബാക്കി എല്ലാം നോക്കണം. ഇതാണ് നമ്മുടെ TD ലോബി. പണിയെടുക്കുന്ന ഇന്ത്യയും പണിയെടുക്കുന്നത് നമ്മളെ ലിഫ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് മെയിൻ ഏരിയ, ഫോട്ടോ ഏരിയ. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് എല്ലാവരും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ AD ഏരിയ അല്ലേ? അത് ഗൈസ് ഇതാണ് നമ്മളെ കാർത്തു. ഓണത്തിൻ്റെ ആന കഴിഞ്ഞ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്ത് ഗ്ലാസ് കൊട്ടിച്ചു. ഇത് ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെയാണ്, ബൈ ഇക്കൊല്ലത്തേക്കാക്കി. ഇത് പിന്നെ നമ്മൾ ഇന്നിവിടെ എന്താ അലുമിനിയം വെച്ചതുകൊണ്ട് ഓരോ എക്സ്ട്രാ സാധനങ്ങളൊക്കെ വെച്ചു.